ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അത് മാത്രമല്ല, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ സവാളയൊക്കെ മുറിച്ചിട്ട് ഇതേപോലെ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസമൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേന് ആ ഭാഗം അഴുകിയിട്ട് ചീത്തയായിപ്പോവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ആ മുറിച്ച ഭാഗത്ത് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ തടയി കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു മൂടിക്കകത്ത് കമഴ്ത്തി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലല്ല പുറത്ത് വെച്ചാലും ചീത്തയാകാതിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ഫ്രഷായിട്ട് തന്നെ നമുക്ക് പിറ്റേ ദിവസമോ അതോ രണ്ടിൻ്റെ അന്നോ എടുത്താലും ഒരു കുഴപ്പവും സവാളയ്ക്ക് പറ്റത്തില്ല. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഇതേപോലെ നേന്ത്രപ്പഴമൊക്കെ എടുക്കുമ്പോഴത്തേനും പെട്ടെന്ന് കറുത്തു പോകും. കുറച്ച് ദിവസം വെച്ച് കഴിയുമ്പോഴത്തേനും കറുത്തു പോകും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ കുറച്ച് വാസലിൻ ആ പഴത്തിൻ്റെ ഞെട്ട് ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. നല്ല രീതിയിൽ ഇതേപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും നമുക്ക് പഴം കറുത്തു പോകാതെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ കണ്ടോ. അപ്പോൾ നേരത്തെ ഇതിപ്പോൾ ഞാൻ കുറച്ച് കളറ് വെച്ച പഴമാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതേപോലെ നമ്മൾ തേച്ച് കൊടുക്കുകയായിരുന്നെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ കറുത്തു പോകത്തില്ല. അതുമാത്രമല്ല, നമ്മൾ ഇതേപോലെ കട്ടിയുള്ള കവറിനകത്ത് ഇതേപോലത്തെ പേപ്പറുണ്ടല്ലോ, അതിനകത്ത് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറുത്ത് പോകാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ പഴമൊക്കെ ഇതേപോലത്തെ കവറിനകത്ത് പൊതിഞ്ഞ് വെച്ചാൽ നല്ലതാണ്. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ കത്തികളൊക്കെ തുരുമ്പിച്ച കത്തികളാണെങ്കിലും അതേപോലെ സ്റ്റീലിൻ്റെ കത്തികളാണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നത് ഇതേപോലെ നമ്മളെ കയ്യിൽ നാരങ്ങ ഉണ്ടെങ്കിൽ വാടിയതാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ഉപ്പിട്ടതിന് ശേഷം, ഉപ്പ് പൊടിയാണ്, അതിട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കാൻ പറ്റും. കാരണം കത്തിയൊക്കെ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതേപോലെ തുരുമ്പിച്ച കത്തിയാണെങ്കിൽ തന്നെയും അതിൻ്റെ കറയെല്ലാം ഇങ്ങി ഇളകി വരും. എന്നിട്ട് കത്തി പുതിയതുപോലെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തുരുമ്പിച്ച് പോകത്തേയില്ല. അപ്പം രണ്ട് വശവും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് പൊടിക്കകത്ത് മുക്കിയിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ അതിൻ്റെ ആ തുരുമ്പിച്ച കറയെല്ലാം ഇളകി വരികയും ചെയ്യും. ഇനി നമുക്ക് കഴുകിയെടുക്കാം. കണ്ടോ, കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുന്നുണ്ടോ? പുതിയതുപോലെ ഇരിക്കുന്നുണ്ടോ? അപ്പോൾ സ്റ്റീലിൻ്റെ ആണെങ്കിലും തുരുമ്പിച്ച കത്തിയാണെങ്കിലും ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് വെള്ള തുണികളൊക്കെ ഷർട്ടാണെങ്കിലും അതേപോലെ മുണ്ടൊക്കെ ആണെങ്കിൽ ഇതേപോലെ നല്ലോണം വെളുത്ത് കിട്ടണമെങ്കിൽ ഒരു പാത്രത്തിൽ നമ്മൾ അതിന് ആവശ്യത്തിനുള്ള തുണി നനയ്ക്കാനുള്ള വെള്ളം എടുക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 ഷർട്ടും ഒരു മുണ്ടുമാണ് ഇതിനകത്ത് കഴുകിയെടുക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരിയും കൂടെ 1 ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് മെയിനായിട്ട് വേണ്ടതാണ് പാല്. അപ്പോൾ ഞാൻ കവർ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പൊട്ടിച്ച് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാലൊഴിക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമുക്ക് വെള്ള ഷർട്ട് വെള്ള മുണ്ടൊക്കെ കഴുകിയെടുക്കുമ്പോഴത്തേനും ഒന്നുകൂടെ നല്ലവണ്ണം തൂവെള്ളയാകാനുള്ള ഒരു സൂത്രപ്പണിയാണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനകത്ത് ഒരു 1/4 മണിക്കൂറോ അരമണിക്കൂറോ തുണി ഇതിനകത്ത് നനച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ അളവ് തുണിയുടെ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ എത്രമാത്രം തുണി കഴുകാനുണ്ടോ അതനുസരിച്ച് നമുക്ക് പൊടികളുടെ അളവും എല്ലാം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു 10 മിനിറ്റോളം കണ്ടോ, കോളറിനൊക്കെ നല്ല അഴുക്കുണ്ട്. നല്ല കറുത്ത മഞ്ഞ കളറുള്ള ഷർട്ടാണ് ഞാനിപ്പോൾ മുക്കി വയ്ക്കുന്നത്. അപ്പം 2 ഷർട്ടും ഒരു മുണ്ടും ഇതിനകത്തോട്ട് നനച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഇതിനകത്ത് വയ്ക്കുന്നുള്ളൂ. ഒരു അരമണിക്കൂറോളം വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമുക്ക് വാഷിംഗ് മെഷീനകത്തോട്ട് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി കഴുകിയെടുക്കുമ്പോഴത്തേനും നമുക്കറിയാം, കഴുകുമ്പം തന്നെ അതിൻ്റെ ആ അഴുക്ക് പെട്ടെന്ന് അതിനകത്തോട്ട് ഇളകിപ്പോവും. കാരണം ഒരു ഷർട്ടിൻ്റെയൊക്കെ മങ്ങിയ കളറുണ്ടല്ലോ, അത് പെട്ടെന്ന് തന്നെ അതിനകത്തോട്ട് ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കഴുകുമ്പം തന്നെ കാണാൻ പറ്റും. കണ്ടോ, ആ വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അഴുക്ക് ഇതോ നല്ല രീതിയിൽ ഇളകി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഷർട്ടൊക്കെ നല്ല തൂവെള്ള പോലെ നമുക്ക് കഴുകി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അപ്പം ആ കോളറിലെ അഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഉണക്കിയെടുക്കുമ്പോൾ അതിൻ്റെ നല്ല ഒരു നിറം കിട്ടുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കഴുകി നല്ലോണം പിഴിഞ്ഞ് എല്ലാം കഴുകി വൃത്തിയാക്കി ശരിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്കിതുകൊണ്ട് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല രീതിയിൽ കണ്ടോ തുണി വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് സ്റ്റിഫ് മുക്കിയിട്ടില്ല. അപ്പം സ്റ്റിഫ് മുക്കിയത് കണക്ക് തന്നെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അതിനിപ്പോൾ ഷർട്ടൊക്കെ തേച്ചെടുത്തപ്പോഴത്തേനും ഒക്കെ കണ്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിഫ് മുക്കാതെ തന്നെ സ്റ്റിഫ് മുക്കിയത് കണക്ക് തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര നമ്മൾ മങ്ങിയ ഷർട്ടും മുണ്ടൊക്കെ ആണെങ്കിൽ ഇതേപോലെ കഴുകിയെടുക്കാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.